ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് VTech ഒരു സബ് ഫിൽറ്റർ ബോർഡാണ്. ഈ ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4558 എന്ന് പറയുന്ന രണ്ട് IC ചെയ്തിരിക്കുന്ന ഒരു സബ് ഫിൽറ്ററാണ്. ഇതിൻ്റെ പേര് വരുന്നത് എക്സ്ട്രീം സബ് ഫിൽറ്ററാണെന്നാണ്. ഇത് നമ്മളിപ്പോൾ അടുത്തൊരു ചെയ്യുന്ന ആംപ്ലിഫയറിലേക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ 6 ട്രാൻസിസ്റ്ററിൻ്റെ VTech ബോർഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിലത്തേക്ക് നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ബോർഡിൻ്റെ റിവ്യൂ നമ്മൾ ഇതിനും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്രീക്വൻസി, ഗെയിൻ അങ്ങനെ 2 കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ 15-0-15 നമുക്ക് വേണമെങ്കിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അല്ലാതെ നമുക്കിപ്പോൾ അതില്ല ഹൈ വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ചാനൽ ബോർഡോ സബിൻ്റെ ബോർഡിൻ്റെ സപ്ലൈ എടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനാണെങ്കിൽ മാക്സിമം നമുക്ക് 40-0-40 DC വരെ കൊടുക്കാം. അത് നമുക്ക് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ നെഗറ്റീവും, അതായത് നെഗറ്റീവ് സപ്ലൈ ഇവിടെ, പോസിറ്റീവ് സപ്ലൈ ഇവിടെ. ഇതിൻ്റെ ഗ്രൗണ്ട് സപ്ലൈ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ആയിട്ട് കൊടുക്കാവുന്നതാണ്, അവിടെയോ ഇവിടെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബോർഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴത്തേയും പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള PCBയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ബോർഡിന് ഏകദേശം വില വരുന്നത് 500 രൂപയ്ക്ക് താഴെയാണ്. ഏകദേശം 300 സംതിങ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ഏകദേശം 350-400 അതിനിടയ്ക്ക് നിൽക്കും ഇതിൻ്റെ വില. ഇപ്പോൾ 2 ബോർഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് സബിൻ്റെ ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 ഫിൽറ്ററാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കോമ്പാക്ട് സൈസ്, നമ്മളെ കയ്യിൽ അകത്തിരിക്കുന്ന ചെറിയ സൈസിലാണ് ഈ ബോർഡ് വരുന്നുണ്ടല്ലേ. ഈ ബോർഡിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമ്മൾ ഈ ആംപ്ലിഫയർ അസംബിൾ ചെയ്ത ശേഷം നമ്മൾ ആംപ്ലിഫയറിൻ്റെ റിവ്യൂവും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ബോർഡ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ DTech ഓഡിയോസിനെ കോൺടാക്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം, ഇല്ലെങ്കിൽ BNB ഇലക്ട്രോണിക്സ് നേരിട്ട്. ഈ 2 കടകളിലാണ് തിരുവനന്തപുരത്ത് കിട്ടുന്നതിൻ്റെ എൻ്റെ അറിവിലുള്ളത്. പിന്നെയും കടകളുണ്ട്, ലക്ഷ്മി ഇലക്ട്രോണിക്സ്, അങ്ങനെ 2-3 കടകളുണ്ട്. ഇവിടെയൊക്കെ ഈ ബോർഡ് കിട്ടുന്നതാണ്. തകരപ്പറമ്പ് കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം ഞാൻ കണ്ടിട്ടില്ല തകരപ്പറമ്പ് DTech ബോർഡ്സ് ഇരിക്കുന്നത്. ഈ പറയുന്ന ലക്ഷ്മി, പിന്നെ BNB ഇലക്ട്രോണിക്സ്, അതുപോലെ ലൈഫ് ലോങ്, ഇവിടെയൊക്കെയാണ് DTech ബോർഡ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങളെ സബ്സ്ക്രൈബും അതുപോലെ ലൈക്കും കമൻറ്റും ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഉടനെ കാണാം.